ഏതെങ്കിലും ഭീകര സംഘടന, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇതുവരെ ആരും അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ജെയ്ഷെ മുഹമ്മദാണ്, അവർ ആ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ് ഇന്നലെ ഫരീദാബാദിൽ പിടിയിലായത് എന്ന് ഇന്നലെ പോലീസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന ഉമറും സമാനമായി തന്നെ ജമ്മു കാശ്മീരിലെ ഈ പറയുന്ന ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ള സൂചനകൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ ഭീകര ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരാക്രമണം എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസിന്റെ വിലയിരുത്തലും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഒരു CNG സിലിണ്ടറിന്റെ ബ്ലാസ്റ്റ് എന്ന് പറയുന്നതിന്റെ അതിന്റെ ആ പ്രഹരശേഷി എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ ഒരു റേഡിയസിൽ, ഒരു സർക്കിളിൽ മാത്രം, ഒരു ചെറിയ മേഖലയിൽ മാത്രമായിരിക്കും. പക്ഷേ ഇത് ഏകദേശം ഒരു 500 മീറ്ററോളം ചുറ്റളവിൽ തന്നെയാണ് ഈ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ഉപയോഗിച്ച സ്ഫോടക വസ്തു എന്ത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അമോണിയം നൈട്രേറ്റ് വലിയ തോതിൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിലെ ഒരു ഭാഗമാണോ ഇതിൽ പിടിച്ചെടുത്തത് അല്ലെങ്കിൽ ഇതിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രാഥമികമായും പരിശോധിക്കുന്നത്. ഫോറൻസിക്കും അത്തരത്തിലുള്ള പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ഇവ ഏത് സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമർ ഈ പറയുന്ന ഫരീദാബാദ് മോഡ്യൂളിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കളും അതിന്റെ ഭാഗമാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇന്ന് ഈ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗം മുന്നേറുന്നത്. അതിനുശേഷം സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്.